മികച്ച രീതിയിലായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സീസൺ ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ താളം കണ്ടെത്താനാകാതെ വലയുന്ന ചെന്നൈയാണ് കണ്ടത്. ഒടുവിലായി കളിച്ച 4-ൽ 3 മത്സരങ്ങളിലും ചെന്നൈ പരാജയപ്പെട്ടു. ഇതോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യതകൾ പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 5 വിജയങ്ങളും 5 പരാജയങ്ങളുമുള്ള ചെന്നൈ പോയിന്റ് ടേബിളിലും 5ാം സ്ഥാനത്താണുള്ളത്. ചെന്നൈക്ക് ഇനിയുള്ള 4 കളികളിൽ 3 വിജയം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കൂ. ചെപ്പോക്കിൽ RCBയെയും GTയെയും പരാജയപ്പെടുത്തിയാണ് ചെന്നൈ സീസൺ ആരംഭിച്ചത്. എന്നാൽ എവേ മത്സരങ്ങളിൽ DCയോടും SRHനോടും ചെന്നൈ പരാജയപ്പെട്ടു. തുടർന്ന് KKRനെയും മുംബൈയും പരാജയപ്പെടുത്തി തിരികെ വരാൻ ചെന്നൈക്ക് സാധിച്ചിരുന്നു. എന്നാൽ പിന്നാലെ ലക്നൌവിനോട് 2 വട്ടം പരാജയപ്പെട്ട ചെന്നൈ ഒടുവിൽ പഞ്ചാബിന് മുന്നിലും അടിയറവ് പറഞ്ഞു. നിലവിൽ 16 പോയിന്റുകളുമായി പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ഇതോടെ ഒഴിവുള്ളത് 3 സ്ഥാനങ്ങളിലാണ്. രണ്ടാമതുള്ള KKRന് 5 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം മാത്രം കണ്ടെത്തിയാൽ മതി പ്ലേ ഓഫ് യോഗ്യത നേടാൻ. 3-4 സ്ഥാനങ്ങളിലുള്ളത് ലക്നൌവും SRHുമാണ്. 12 പോയിന്റുള്ള ഇരു ടീമുകൾക്കും ബാക്കിയുള്ള 4 മത്സരങ്ങളിൽ നിന്ന് 2 വിജയം കണ്ടെത്തിയാൽ മതിയാകും. എന്നാൽ പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനക്കാർ ആരാവും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ചെന്നൈ, ഹൈദരാബാദ്, ലക്നൗ ടീമുകൾക്കുള്ളിൽ ഇതിനായുള്ള മത്സരം ശക്തമാണ്. ഹൈദരാബാദ് ലക്നൌവിനെ പരാജയപ്പെടുത്തിയാൽ പിന്നീടുള്ള മത്സരം ലക്നൌവും ചെന്നൈയും തമ്മിലാകും. SRHനെ സംബന്ധിച്ച് ലക്നൌവിനോട് പരാജയപ്പെട്ടാലും ബാക്കിയുള്ള ഹോം മത്സരങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് അവരെ 3ാം സ്ഥാനക്കാർ ആക്കിയേക്കും. എന്നാൽ SRHനെ നേരിടും മുമ്പ് ലക്നൗ KKRനെ പരാജയപ്പെടുത്തിയാൽ സമവാക്യം മാറും. ചെന്നൈക്ക് മുന്നിലുള്ള പ്രതിസന്ധികളിലൊന്ന് സ്വന്തം തട്ടകത്തിൽ ഇനി ആകെ ബാക്കിയുള്ളത് 1 മത്സരം മാത്രമാണ് എന്നതാണ്. അത് മിന്നും ഫോമിലുള്ള രാജസ്ഥാൻ റോയൽസിനെതിരെയാണ്. പിന്നീട് പഞ്ചാബ്, ഗുജറാത്ത്, ബാംഗ്ലൂർ ടീമുകളെ എവേ മാച്ചുകളിലാണ് ചെന്നൈക്ക് നേരിടാനുള്ളത്. ഈ സീസണിൽ ചെന്നൈയുടെ എവേ മാച്ചുകളുടെ ഫലങ്ങൾ ഒട്ടും നല്ലതല്ല. മുംബൈക്കെതിരെ മാത്രമാണ് ചെന്നൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ബൗളിങ്ങിൽ മുസ്തഫീസുർ റഹ്മാനും മദീഷ പതിരണയുമാണ് ഫോമിലുള്ളത്. റഹ്മാൻ ദേശീയ ടീമിനൊപ്പം ചേരാൻ വേണ്ടി നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ചെറിയ പരുക്കിനെ തുടർന്ന് അടുത്ത മത്സരത്തിൽ പതിരണ കളിക്കാനുള്ള സാധ്യതയും ആശങ്കയിലാണ്. ഇതോടെ ചെന്നൈയുടെ ബൗളിംഗ് ദുർബലമാകുമെന്നതിൽ സംശയമില്ല. ചെന്നൈയെ സംബന്ധിച്ച് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മത്സര ഷെഡ്യൂളും മറ്റു ടീമുകളുടെ ഫോമും തങ്ങളുടെ താരങ്ങളുടെ മോശം ഫോമുമെല്ലാം അവരുടെ മുന്നോട്ടുള്ള യാത്രയെ ആശങ്കയിലാക്കുന്നതാണ്.